എന്താണ് നാറ്റോ എന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോ സംഘടന നിലവിൽ വന്നത് 1949 ഏപ്രിൽ 1. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നാറ്റോ. പാശ്ചാത്യ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ രൂപീകരിച്ച പരസ്പര സഹായ സൈനിക സഖ്യം. സഖ്യരാജ്യങ്ങൾക്കു നേരെ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ തിരിച്ച് നാറ്റോ സഖ്യം ആ ശത്രുരാഷ്ട്രത്തെ ആക്രമിക്കാൻ ബാധ്യസ്ഥനായിരിക്കും. 12 രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സംഘടനയിൽ നിലവിലെ അംഗരാഷ്ട്രങ്ങൾ 32 ആണ്. 31ാമത്തെ അംഗരാജ്യമാണ് ഫിൻലൻഡ്. 32ാമത്തെ അംഗരാജ്യമാണ് സ്വീഡൻ. നാറ്റോയുടെ ആസ്ഥാനമാണ് ബ്രസൽസ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും. നാറ്റോയിൽ അവസാനമായി അംഗമായത് നോർത്ത് മാസിഡോണിയ 2020. ഇനി അടുത്ത് സീറ്റോ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1954 മനില. 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനമാണ് ബാങ്കോക്ക്. അപ്പോൾ 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക് ആണ്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ പടരുന്ന സ്ഥിതി സമത്വവാദത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. നിരന്തര ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം സീറ്റോയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. സീറ്റോയെ പിരിച്ചുവിട്ട വർഷം 1977. ഇനി അടുത്ത് സെൻഡോ അഥവാ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1955. ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്നത് സെൻഡോയാണ്. 1959 മുതൽ സെൻഡോ എന്നറിയപ്പെടാൻ തുടങ്ങി. സെൻഡോയുടെ ആസ്ഥാനമാണ് അങ്കറ. തുർക്കിയിലെ അങ്കറയാണ് സെൻഡോയുടെ ആസ്ഥാനം. സെൻഡോ പിരിച്ചുവിട്ട വർഷം 1979. ഇനി കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് അഥവാ CIS സ്ഥാപിതമായ വർഷം 1991. CISന്റെ ആസ്ഥാനമാണ് ലാറസിലെ മിൻസ്ക്. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതിനെ തുടർന്ന് രൂപം കൊണ്ട സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. CISന്റെ രൂപീകരണത്തിന് കാരണമായ പ്രഖ്യാപനമാണ് അലമാട്ട പ്രഖ്യാപനം. ഇനി G77 അഥവാ G77 മൂന്നാം ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മയായി നിലവിൽ വന്ന സംഘടനയാണ് G77 നിലവിൽ വന്ന വർഷം 1964. G77ലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 134. ഇനി അടുത്ത് ബിംസ്റ്റെക് അഥവാ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1997 ജൂൺ 6. ഈ ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനമാണ് ധാക്ക. 2019 ബിംസ്റ്റെക് സമ്മേളന വേദി വിശാഖപട്ടണം. 2022 ബിംസ്റ്റെക് സമ്മേളന വേദി ശ്രീലങ്ക കൊളംബാവോ. 2023 ബിംസ്റ്റെക് സമ്മേളന വേദിയാണ് തായ്ലൻഡ്. 2024 ബിംസ്റ്റെക് സമ്മേളന വേദിയാണ് ന്യൂഡൽഹി. ഇനി ഇവിടെ ഒരു PQ കോർണർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? എല്ലാവർക്കും അറിയാം. അതുപോലെ ഇത് SCERT ഫാക്റ്റും കൂടെയാണ്. കഴിഞ്ഞു പോയ SCERTയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ് 2023 UN ആചരിച്ചത്. ഇനി ഇവിടെ അടുത്ത് വീണ്ടും ഒരു PQ കോർണർ ഉണ്ട്, നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന അഥവാ നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ നാറ്റോയുടെ കാര്യം. അത് ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം, അതും ശരിയാണ്. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം, അതും ശരിയാണ്. അപ്പോൾ ഈ 3 ഓപ്ഷനും ശരിയാണ്, 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അടുത്ത് ഈ ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുണ്ട്, ഭൂട്ടാനുണ്ട്, ശ്രീലങ്കയുണ്ട്, തായ്ലൻഡ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാളുണ്ട്, മ്യാൻമർ ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. രൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് V20, ദ വണറബിൾ 20 എന്നറിയപ്പെടുന്നു. V20 അഥവാ ദ വണറബിൾ 20. ഇനി അടുത്ത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ച വർഷം 1977. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകയാണ് വാൻഗായി മാത്തായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനമാണ് നെയ്റോബി, കെനിയയിലെ നെയ്റോബി. ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ വനവൽക്കരണവും ജലസംരക്ഷണവുമാണ്. വാൻഗാരി മാത്തായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം 2004. ഇനി കീപ്പ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞ് ഒത്തിരി വലിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം.
വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചതുമായ സംഘടനയാണ് ലോബായൻ സംഘടന. വേൾഡ് വൈഡ് ഫണ്ട് അടുത്തിടെ ദേശീയ ഭൗമ തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരമാണ് താനെ, മഹാരാഷ്ട്രയിലെ താനെ. രാജ്യത്തെ വികസന വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിൽ റദ്ദാക്കിയ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ഗ്രീൻ പീസ്. ഐക്യരാഷ്ട്രസഭ അടുത്തിടെ അംഗീകാരം നൽകിയ രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്രീഡം നൗ. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളാണ് ജയ്പൂർ, വാരണാസി, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ശ്രീനഗർ. ഓക്കെ, അപ്പോൾ ഇനി സംഘടനകളും ആസ്ഥാനം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ റാങ്ക് ഫയൽ 2025 ലക്ഷ്യം പുറത്തിറക്കിയ റാങ്ക് ഫയലിൻ്റെ ഹിസ്റ്ററി വേർഷൻ, അതായത് ഓൾഡ് ഹിസ്റ്ററി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ, അല്ല പുറത്തുനിന്നുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ ആ ഒരു 2025 ലക്ഷ്യം പുറത്തിറക്കിയ ആ ഒരു റാങ്ക് ഫയലിൻ്റെ വേൾഡ് ഹിസ്റ്ററിയുടെ പാർട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ, അതോടെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആവും ടെസ്റ്റിലുള്ള. ഓക്കെ, സംഘടനകൾ, ആസ്ഥാനങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമാണ് ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയ്ക്ക് 2 ആസ്ഥാനങ്ങളുണ്ട്. ഇതിൻ്റെ കറക്റ്റ്, അതായത് യഥാർത്ഥ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ന്യൂയോർക്കിലെ മാൻഹട്ടൺ ആണ്. എന്നാൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ യൂറോപ്പിലെ ആസ്ഥാനമുണ്ട്, അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓക്കെ, ഇനി യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്, UN വിമനിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്, അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കിൻ്റെയും ആസ്ഥാനം വാഷിങ്ടൺ DC, UN-ൻ്റെ തന്നെ യൂറോപ്പിലെ ആസ്ഥാനം ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ലോക വ്യാപാര സംഘടന അഥവാ WTOയുടെ ആസ്ഥാനവും ജനീവയാണ്. ലോക ആരോഗ്യ സംഘടന അഥവാ WHO ആസ്ഥാനവും ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ആഗോള തപാൽ യൂണിയൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആസ്ഥാനം ലണ്ടനാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഓസ്ട്രിയയിലെ വിയറ്റ്നയാണ്. ഒപ്പേക്കിൻ്റെ ആസ്ഥാനം വിയറ്റ്നയാണ്. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ്. ആസിയാൻ്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. സാർക്കിൻ്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. ിൻ്റെ ആസ്ഥാനം ബംഗ്ലാദേശിലെ ധാക്കയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ബെയ്ജിംഗ് ആണ്. ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ്. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം എത്യോപ്യയിലെ ആസിഡ് അബാബയാണ്. ഭക്ഷ്യകാർഷിക സംഘടനയുടെ ആസ്ഥാനം ഇറ്റലിയിലെ റോമാണ്.